നിഷ സാരംഗ്. ഈ പേര് ഒരുപക്ഷെ നമ്മൾക്കൊന്നും അറിയാൻ വഴിയില്ല. എന്നാൽ ഉപ്പും മുളകും എന്ന സീരിയലിലെ നീലുവിനെ അറിയാത്തവർ കുറവേ ഉണ്ടാവും. അതേ ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണത്രേ ഉപ്പും മുളകും സീരിയലിലേക്ക് ക്ഷണം വരുന്നത്. പിന്നീട് 4 കുട്ടികളുടെ അമ്മയായി ആ സീരിയൽ ജനപ്രിയമായി. അഭിനയിക്കുകയല്ല ശരിക്കും അവരതിൽ, ജീവിക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മളൊരാളെയും പേടിച്ച് നമുക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ വേദനിപ്പിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ എന്തായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ജീവിക്കാന്നുള്ളതല്ലേ പറ്റുള്ളൂ. വേറെ ആൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വിഷമിച്ച് നമ്മൾ തളർന്നിരുന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മൾ സുരക്ഷിതരാവാം, സുരക്ഷിതരാവാതിരിക്കാം. എല്ലാം നമ്മളെ കൈകളിലാണ്. ശത്രുതയല്ല. നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരണം, അത് നമ്മളെ ശത്രു ആണെന്നുള്ളത് കണ്ടിട്ടല്ല. നമുക്ക് നീതി വേണം, നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം. സിനിമ മേഖലയിലാണെങ്കിലും സീരിയൽ മേഖലയിലാണെങ്കിലും സ്ത്രീയും പുരുഷനും അവരവരുടെ സുരക്ഷ അവരവരുടെ കൈകളിൽ തന്നെയാണെന്നാണ് പരിചയത്തിൻ്റെ പേരിൽ ഇവർ പറയുന്നത്. നമ്മൾ എത്ര പരിചയമുള്ള ആളാണെങ്കിലും പറയേണ്ടത് പറയുക തന്നെ വേണം. അതില്ലാത്തതിൻ്റെ ഫലമാണ് ഈ മേഖലകളിലെല്ലാം പീഡന കഥകൾ തുടർക്കഥയാകുന്നത്. പണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും നീരൊഴുക്കുള്ള ഈ മേഖലകളിൽ തൻ്റെ വ്യക്തിത്വത്തിനെതിരെ നീളുന്ന വിരൽ തിരിച്ചുവിടുക തന്നെ വേണം. ആ ഇടയ്ക്കാണ് ആ സീരിയൽ ഷൂട്ടിങ്ങിനിടയിലെ ചില അരുതാത്ത വിഷയങ്ങൾ പുറത്തു പറയുകയും ആ സീരിയലിൽ നിന്നും നീലു പുറത്തു പോയതും. ഉപ്പും മുളകും സീരിയലും അതിലെ അഭിനേതാക്കളെയും ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയ അടിയായി. ആരെയും ശത്രുവായി കണ്ടല്ല പരാതി പറഞ്ഞതെന്ന് പിന്നീട് ഇവർ പറഞ്ഞു. ഒരുപാട് പല സ്ഥലത്തും ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്ന് വെച്ച് നമ്മളിപ്പോൾ ശത്രുതയല്ല. നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരണം, അത് നമ്മളെ ശത്രു ആണെന്നുള്ളത് കണ്ടിട്ടല്ല. നമുക്ക് നീതി വേണം, നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്, അല്ലേ? നമ്മളല്ലാതെ നമ്മളൊരു കള്ളം പറഞ്ഞ ഒരാളെ ചതിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല, അല്ലേ? ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്തില്ല, അതായത് നമ്മൾ കള്ളം പറഞ്ഞു, അയാളെ ചതിച്ച്, അത് ചെയ്യരുത് ഒരിക്കലും. പക്ഷെ നമുക്ക് എന്താ പറയാ, സത്യമാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കണം, ഉറപ്പായിട്ടും ചതിക്കരുത്. അല്ലാതെ ഈ സീരിയലിലേക്ക് അവരിനി തിരിച്ചു വരുമോ എന്നത് വ്യക്തമല്ല. എന്നാലും വേഗം തിരിച്ചു വരണേ എന്ന് തന്നെയാണ് അവരെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത്. അത് അവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ാണ് വാത്സല്യമുള്ളത്, അല്ലേ? ഒരമ്മ എന്ന് പറയുന്നത്, സ്ത്രീയാണ് ദൈവം അമ്മയാവാൻ നിയോഗിച്ചിട്ടുള്ളത്. അതായത് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും സംരക്ഷിക്കാനും വാത്സല്യം കൊടുക്കാനും ഒക്കെ പറ്റുന്നത് സ്ത്രീക്കാണ്. അതായത് ഭയങ്കര കെയറിങ് ആണ് സ്ത്രീ എന്ന് വെച്ചാൽ. ഒരു കുടുംബം മാത്രമല്ല, ലോകം മുഴുവനും പരിപാലിക്കാൻ ശക്തി കൊടുത്തിട്ടുണ്ട് ദൈവം സ്ത്രീക്ക്. ക്ഷമ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ക്ഷമയ്ക്കാണ് ഇമ്പോർട്ടൻസ്. സ്ത്രീയിലുള്ള ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്, ക്ഷമയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ക്ഷമയില്ലെന്നാണ് പറയുന്നത്? പുരുഷന്മാർക്ക് ക്ഷമയില്ല എന്നല്ല പറഞ്ഞത്, പുരുഷന്മാർക്ക് സ്ത്രീയുടെ അത്ര ക്ഷമയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കേട്ടോ. കാരണം പെട്ടെന്ന് അവർ കുറച്ചും കൂടെ, അല്ലേ, റിയാക്റ്റീവ്, പെട്ടെന്ന് റിയാക്റ്റീവ്. സ്ത്രീ പറയും നിൽക്ക്, പറയണ നിൽക്ക്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില കുഞ്ഞു കാര്യങ്ങളിൽ സ്ത്രീ പെട്ടെന്ന് എടുത്ത് ചാടുകയും ചെയ്യും, ഇല്ലേ? നിങ്ങൾ എന്തെങ്കിലും നോക്കാഞ്ഞാലും, നിങ്ങൾ എന്താ പോയപ്പോൾ അതിനടുത്ത് പറയാണ്ട് പോയേ, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ വലിയൊരു സീരിയസ് കാര്യം വരുമ്പോൾ എപ്പോഴും ഒരു വീട്ടിലെ സ്ത്രീ ആയിരിക്കും പ്രായോഗിക ബുദ്ധി കാണിക്കണം, ഇല്ലേ? കൂടുതലും കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയാണ്.